പരിശോധനകൾ പല ക്ലേശങ്ങൾ ഭാരിച്ച ഭാരങ്ങൾ സഹിച്ചിടുമേ. പരിശോധനകൾ പല ക്ലേശങ്ങൾ ഭാരിച്ച ഭാരങ്ങൾ സഹിച്ചിടുമേ. പാരിലെ നാളുകൾ തീർന്നിടും വേഗം തിരിഞ്ഞു പോ ഞാൻ പ്രിയനരികെ. പാരിലെ നാളുകൾ തീർന്നിടും വേഗം തിരിഞ്ഞു പോ ഞാൻ പ്രിയനരികെ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ ക്രിസ്തീയ ജീവിത യാത്രയതിൽ. കണ്ണീരിൻ വേളയോ കഷ്ടങ്ങളേറെയോ വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി യോനായുടെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ചീട്ടിട്ട് സമുദ്രത്തിൽ എറിയപ്പെട്ട യോന. വിശുദ്ധ വേദപുസ്തകത്തിൽ ചീട്ട് വീണ രാജാവായവരുണ്ട്, ചീട്ട് വീണ് അപ്പോസ്തലനായവരുണ്ട്, ചീട്ട് വീണ് കല്ലെറിയപ്പെട്ടവരുണ്ട്, ചീട്ടിട്ട് കനാൻ ദേശം വിഭാഗിച്ചവരുണ്ട്, ചീട്ടിട്ട് കടലിൽ എറിയപ്പെട്ടവരുണ്ട്. കൂടാതെ യഹൂദന്മാരെ കൊല്ലാൻ ചീട്ടിടാൻ പ്രേരിപ്പിച്ചവൻ, ഇങ്ങനെ ഉള്ള ധാരാളം വ്യക്തികളെയും അതുപോലെ തന്നെ ചീട്ട് വീഴുവാൻ കാരണമായിരിക്കുന്ന സംഗതികളെയും കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്, അബദ്ധം ആര് ചെയ്താലും അത് അബദ്ധം തന്നെയാണ്. ഇവിടെ അത് ഭോഷത്വം ആര് കാണിച്ചാലും ഭോഷത്വമായില്ലേ വരൂ. സദൃശവാക്യത്തിൽ ശലോമോൻ പറയുന്നത്, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. സദൃശം 18:1. മനുഷ്യൻ്റെ ആഗ്രഹത്തെയും ആശയത്തെയും കവി കുമാരനാശാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ കാര്യം അഖിലം നടക്കണം, എൻ്റെ ഭാര്യ സുഖം ജീവിക്കണം, അന്യരൊക്കെ അതിഖിന്നരാകണം, എന്നെ ദിനം വന്ന് വണങ്ങണം. എന്താ പോരെ മനുഷ്യൻ്റെ ആഗ്രഹം നമുക്കുള്ളത് എവിടെ ചെന്നാലും കുറയരുതെന്ന് അർത്ഥം. കേരള വാർത്തയെ സ്ഥാനം പിടിച്ചിരിക്കുന്നതായ തന്ത്രിയും അതുപോലെ തന്നെ മറ്റു പ്രമുഖന്മാരും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നടക്കുന്നതായ പ്രശ്നങ്ങളും ഇതിൻ്റെ എല്ലാം പുറകിൽ അവരെല്ലാവരും തങ്ങളെ വണങ്ങണം എന്നുള്ളതാണ്. ശുശ്രൂഷ മേഖലകളിലേക്ക് വന്നാലും അതുതന്നെയാണ്. തന്നെ അത് എല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം, താൻ പറയുന്നത് ശരിവയ്ക്കണം എന്നൊക്കെയാണ് പലരുടെയും ആഗ്രഹം. ഇങ്ങനെയുള്ള പ്രതിഭകളെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ശ്രീ വള്ളത്തോൾ ശങ്കരക്കുറുപ്പിൻ്റെ വരികളാണ്. അവിടെ ഇങ്ങനെയാണ് ആ കവിതയിൽ എഴുതിയിരിക്കുന്നത്: പൊയ്ക്കൊള്ളുക കുഞ്ഞെ, ദുഃഖം വിടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പപ്പോൾ പാതകൻ ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. ചിത്തം തെളിഞ്ഞിടാൻ അരനിമിഷം മതി, ചിത്തം ഇരുണ്ടാൽ യുഗങ്ങൾ പോരാ. ഒറ്റ ദിനം കൊണ്ട് മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം എടുത്തുപോലായി. കവിതയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാപപരിഹാരത്തിൻ്റെ മാർഗവും ഓർത്തപ്പോൾ രചിച്ചത്രേ. ഒറ്റ ദിനം കൊണ്ട് വളരെ വർഷങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതും പാടിയതും വിശ്വസിച്ചതുമായ കാര്യങ്ങളോട് വിട പറഞ്ഞ് മറ്റൊരു സഭയിലേക്ക് അംഗത്വം എടുക്കുന്നത് വിചിത്രം തന്നെ. പൗലോസ് ഗലാത്യ വിശ്വാസികളോട് ഓർപ്പിക്കുന്നത് പോലെ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. നിനവിലേക്കുള്ള ഉൾവെളി ലഭിച്ച പ്രവാചകൻ ദൗത്യ നിർവഹണം നടത്താതെ നേരെ യാഫോവിലേക്ക് ചെന്ന് തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന കാര്യം യോനായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ടൈഗ്രീസ് നദിയുടെ കരയിലുള്ള മെസൂൾ എന്ന ബാബിലോനിയ സ്ഥലത്തെ ദേവതയുടെ പേരത്രേ നിനവേ. തർസീസ് എന്നത് സ്പെയിനിലെ ക്വാഡൽക്വേറി എന്ന നദീതീരത്ത് പടുത്തുയർത്തപ്പെട്ട പുരാതന ഫൊയ്നീഷ്യൻ വാണിജ്യ കേന്ദ്രമത്രേ. യോനായുടെ സ്ഥലമാകട്ടെ ഗത്ത് ഗഫറിന് കിഴക്കായിട്ടാണ് നിനവേ പട്ടണം സ്ഥിതി ചെയ്യുന്നത്.
എന്നാൽ താൻ യാത്ര തിരിച്ച് പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്പെയിനിലെ തർസീസ് പട്ടണത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ വിളിക്ക് നേരെ എതിരെയുള്ള യാത്ര യാതൊരു ഉദ്ദേശമില്ലാത്ത യാത്രയായി മനസ്സിലാക്കാം. ദൈവഹിതം വിട്ട് ഓടുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകനെ പോലെ കപ്പൽ യാത്ര നടത്തുന്നത് ദൈവഹിതത്തിന് അല്ലാത്ത കാര്യങ്ങൾ, അത് ധാരാളം കാര്യങ്ങൾ പണം മുടക്കുന്ന വിശ്വാസികൾ അവരുടെ ഒരു ചിത്രമായിട്ട് നമുക്കത് കാണാൻ കഴിയും. എന്നാൽ ദൈവവേലയ്ക്കോ ഇങ്ങനെയുള്ളവർക്ക് സഹായിക്കാൻ ഒരു ചില്ലി പൈസ പോലും മുടക്കാൻ തയ്യാറല്ലെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പ്രവാചകൻ യോനായെ എന്ത് ചെയ്യുന്നു? കപ്പലിൽ ഉറങ്ങുന്നവനായിട്ടാണ് കാണുന്നത്. തൻ്റെ പ്രായം, യാത്രയുടെ ചെലവും, ദൈവസന്നിധി വിട്ട് ഓടിയതിൻ്റെ കുറ്റബോധവും, നിരാശ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തിക്കളഞ്ഞു. ഇവിടെ കപ്പലിൻ്റെ ഏറ്റവും ആഴത്തിൽ ദൈവഹിതം വിട്ടും ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ഓടുന്നവർ ദൈവസന്നിധിയിൽ എത്രയോ ആഴത്തിലേക്കാണ് നീങ്ങുന്നത് എന്നറിയുന്നില്ല. ദൈവഹിതവും കൃപയും നഷ്ടപ്പെട്ട ശിംശോൻ ഫെലിസ്ത്യരുടെ മുമ്പിൽ ശക്തി പ്രകടനം നടത്തിയെങ്കിലും ഫലിച്ചില്ല. കാരണം ദൈവശക്തി നഷ്ടപ്പെട്ടു. പക്ഷെ ശിംശോൻ അറിഞ്ഞില്ല. വിശ്വാസികൾ കരുതലോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ ചീട്ട് വീണവൻ സമ്മതിച്ച ഒരു കാര്യം, എൻ്റെ നിമിത്തം ഉണ്ടായ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കോളിളക്കം സൃഷ്ടിക്കുന്നവരെ, സഭയ്ക്ക് ഉപദേശ വിഷയങ്ങൾക്ക് ഉലച്ചിൽ ഉണ്ടാക്കുന്നവരെ ആരായിരുന്നാലും നന്നായി മനസ്സിലാക്കിയ ശേഷമേ അംഗത്വവും സ്റ്റേജുകളും ഒക്കെ കൊടുക്കാവൂ. യൂദ അപ്പോസ്തലന്റെ ഭാഷയിൽ ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ ആകിയാൽ ഇവരെ അറിഞ്ഞ് ചികിത്സിക്കുന്നില്ലെങ്കിൽ കടികൊള്ളുമ്പോൾ പഠിക്കും. ആകിയാൽ നുഴഞ്ഞുകയറ്റക്കാരെ ശ്രദ്ധിക്കുക. ഇവിടെ പ്രവാചകനെ ചീട്ടിനാൽ വെള്ളത്തിൽ എറിഞ്ഞു. കൂറ്റൻ മത്സ്യം തന്നെ വെട്ടിവിഴുങ്ങി. താൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു. ദൈവം പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു. തന്നെ യഥാസ്ഥാനത്താക്കി. താൻ നിനവിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ആ നിലയിൽ ദൈവ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുക മാത്രമല്ല, തന്നെ യഥാസ്ഥാനത്താക്കി. താൻ നിനവിലേക്ക് പോയപ്പോൾ തൻ്റെ നിനവിലെ പ്രസംഗം കൊണ്ട് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യഥാസ്ഥാനപ്പെട്ടു എന്ന് പ്രസംഗിച്ചതുപോലെ പ്രവാചകന്റെ പ്രസംഗം നിനവയിലെ രാജാവും പ്രജകളും ഒരുപക്ഷെ താണിരുന്ന് ഉപവസിക്കത്തക്ക വണ്ണം അത്ര ഗാംഭീര്യം നിറഞ്ഞതും ആത്മനിറവും ഉറപ്പോടു കൂടിയതുമായിരുന്നു. യോന 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാണ്ട് കഴിയും. അവിടെ മൃഗങ്ങളും കുതിര ശക്തിയെയും കന്നുകാലി അവരുടെ ആദായം, അതായത് നിനവക്കാർ തങ്ങളുടെ ശക്തിയും ധനവും ആദായ മാർഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വലിയ വിനാശത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. ദൈവകോപം മാറ്റി വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും മൃഗങ്ങളുമായുള്ള മഹാനഗരം ദൈവകോപത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാനായിട്ട് ഇടയായി. സ്നേഹിതരെ, നിങ്ങൾ ദൈവവിളി ലഭിച്ചവരോ അത് അനുസരിക്കുന്നവരോ സ്വയം ശോധന നടത്തുക. മാനസാന്തരം എവിടെ ആവശ്യമുണ്ടോ അവിടെ വീഴുക, പാപം ഏറ്റുപറയുക, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുക, ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുക, ഓടുക, പ്രവർത്തിക്കുക, ആരാധിക്കുക. ഇതാണ് ഏതൊരു ഭക്തരിൽ നിന്നും ഏതൊരു വിശ്വാസിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്കുള്ള മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് ചെയ്യുവാൻ, നയിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.